അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. വീണ്ടും ട്രഷർ ഹണ്ടിന്റെ രണ്ടാമത്തെ ചോദ്യം പ്രതീക്ഷിച്ചിരിക്കുന്നവരിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. അൽഹംദുലില്ലാ. രണ്ടാമത്തെ ചോദ്യം തുടങ്ങുന്നതിന് മുന്നേ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നാമത്തെ ചോദ്യം കൃത്യമായി ആൻസർ ചെയ്തവർക്ക് ഒരു ക്ലൂ ലഭിച്ചിട്ടുണ്ടാവും. ആ ക്ലൂവിൽ എന്താണ് ഉള്ളത് എന്ന് തല പുകഞ്ഞ് ആലോചിച്ച് നിൽക്കുന്ന ഒരു സമയത്തായിരിക്കും നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. അതുമല്ലെങ്കിൽ ചില ആളുകൾക്ക് എന്താണ് പറഞ്ഞതെന്നുള്ള ഉത്തരം അതിൽ മറഞ്ഞു കിടക്കുന്ന എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടാകും. അങ്ങനെയുള്ളൊരു സമയത്ത് കൃത്യം ഇന്ത്യൻ സമയം 12 മണിക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇന്നത്തെ ദിവസം വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ സമയം കളയുന്നില്ല. 12 മണി കഴിഞ്ഞ ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. എന്താണ് രണ്ടാമത്തെ ചോദ്യവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? ഒന്നാമത്തെ ചോദ്യത്തിന് ഒരുപാട് ആളുകൾ ഉത്തരം അയച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ, ഒരുപാട് സന്തോഷം. ഉത്തരം ചില ആളുകളൊക്കെ കമൻറ്റ് ബോക്സിലൂടെയും ഫീഡ്ബാക്ക് ഫോമിലൂടെയൊക്കെ അയക്കുന്നുണ്ട്. ഉത്തരം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ട്രഷർ എന്ന ഓപ്ഷനിലൂടെ തന്നെ അയക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം ജമീൽ ആപ്പ് ദ സോൾമേറ്റ് അല്ലേ, ഒരു സോൾമേറ്റ് ആണ്. നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മൾ കൂടെ ചേർത്ത് വെക്കേണ്ട ഒരു ആപ്ലിക്കേഷനാണ് ജമീൽ ആപ്പ് എന്ന് പറയുന്നത്. ഒരുപാട് ഫീച്ചറുകൾ ലഭ്യമായിട്ടുള്ള ആപ്പാണ് ജമീൽ ആപ്പ്. നമുക്കറിയാം അതിൽ ഓരോ ഫീച്ചറുകൾ എടുക്കുമ്പോൾ ഒന്ന് ഖുർആൻ എടുക്കുമ്പോൾ ഖുർആൻ ഓതാനും അതിൻ്റെ അർത്ഥം തഫ്സീർ വായിക്കാനും അതുപോലെ തന്നെ അതിൻ്റെ ഖിറാഅത്ത് ഓതുന്നതിൻ്റെ കൂടെ ഖിറാഅത്ത് കേൾക്കാനും ഇങ്ങനെ ഒരുപാട് ഫീച്ചറുകൾ ഖുർആൻ ഫീച്ചറിലുണ്ട്. അതുപോലെ തന്നെ അദ്കാർ ഓപ്ഷനുകളുണ്ട്, കിബില ഫൈൻഡർ ഉണ്ട്, ഡെയിലി പ്ലാനറുകളുണ്ട്, അതുപോലെ ഡോക്യുമെൻ്റ്, വീഡിയോ, ഓഡിയോ, ഇങ്ങനെ ഒരു വൈജ്ഞാനിക കലവറ തന്നെയാണ് ജമീൽ ആപ്പ് എന്ന് പറയുന്നത്. ഒരുപാടുകൾ അപ്ഡേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ നമുക്ക് ആവശ്യമുണ്ടോ അതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ എന്ന് പറയുന്നത് പോലെ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയ പോലെയാണ്. സാധാരണ എല്ലാം കിട്ടും എന്നതുപോലെ തന്നെ നമുക്ക് ഒരു ഇസ്ലാമികമായിട്ട് ഒരാൾക്ക് മുന്നേറാൻ എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ടോ അത് A to Z കാര്യങ്ങൾ അവിടെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ ഒരുക്കിയിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് വളരെ നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് ആളുകൾക്ക് അതിൻ്റെ ഉപകാരം ലഭിക്കുവാൻ തൗഫീക്ക് നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം നിങ്ങൾക്കൊരു ക്ലൂ കിട്ടിയിട്ടുണ്ടാവും. ജമീൽ ആപ്പുമായി ബന്ധപ്പെട്ട ചോദ്യമായിരിക്കും. യെസ്, തീർച്ചയായിട്ടും ജമീൽ ആപ്പുമായി ബന്ധപ്പെട്ടതാണ്. ജമീൽ ആപ്പിൽ ഡെയിലി പ്ലാനർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ഡെയിലി പ്ലാനർ എന്നുള്ള ഓപ്ഷനിൽ 4ാമത്തെ ടാബിൽ ഡെയിലി പ്ലാനർ എന്നുള്ള മറ്റൊരു ടാബ് കൂടെ ഉണ്ട്. ചോദ്യം ഇതാണ്, ആ ഡെയിലി പ്ലാനറിൽ എത്ര ആക്ടിവിറ്റികളുണ്ട്? അപ്പോൾ ഇത് കേൾക്കുന്ന ഒരു ശ്രോതാവ്, കാണുന്ന ഒരു ആള് തീർച്ചയായും ജമീൽ ആപ്പ് ഡൗൺലോഡ് ചെയ്തിരിക്കണം. ആരുടെയെങ്കിലും ഫോണിൽ ജമീൽ ആപ്പ് ഇല്ല എങ്കിൽ ഉടൻ തന്നെ പ്ലേ സ്റ്റോറിൽ, ആപ്പ് സ്റ്റോറിൽ പോയിട്ട് ജമീൽ ആപ്പ് എന്നുള്ളത് എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. അതിൽ കാണുന്ന 4ാമത്തെ ഓപ്ഷനായ ഡെയിലി പ്ലാനറിൽ എത്ര ആക്ടിവിറ്റികൾ ഉണ്ട് എന്നാണ് ചോദ്യം. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ 1 മിനിറ്റ് കൊണ്ട് 2 മിനിറ്റ് കൊണ്ട് ഉത്തരം ചെയ്യാവുന്ന ചോദ്യമാണ്. അതിനുശേഷം വരുന്ന ക്ലൂ ലഭിക്കാനുള്ള രണ്ടാമത്തെ ചോദ്യം, ജമീൽ ആപ്പിൽ ഡെയിലി പ്ലാനറിൽ എത്ര ആക്ടിവിറ്റികളുണ്ട്? ഈ ഒരു ഉത്തരം ഇപ്പോൾ 12:05 മുതൽ നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് അയച്ചു തുടങ്ങാവുന്നതാണ്. എൻ്റെ ഒരു സംശയം, നേരത്തെ ആദ്യത്തെ ഒന്നാമത്തെ ചോദ്യം കിട്ടാത്ത ഒരാൾക്ക്, അത് കേൾക്കാത്ത ഒരാൾക്ക് ഇപ്പോൾ ഉത്തരം ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ അങ്ങനെ ഒരു അവസരം കൂടെ കൊടുത്തിട്ടുണ്ട്. അതെ, ഒരാൾക്കും നമ്മുടെ ഈ ഒരു ട്രഷറിൻ്റെ മിസ്സാവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം ഇനിയും അയക്കാനുള്ള അവസരമുണ്ട്. അതായത് രാവിലെ തിരക്കിലായി പോയവർക്ക് ഇപ്പോൾ പുതുതായിട്ട് കേൾക്കുന്ന ആളുകൾക്ക് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കറക്റ്റാക്കിയാൽ അതിൻ്റെ ക്ലൂ കിട്ടും. ഇപ്പോൾ രണ്ടാമത്തെ ചോദ്യം അതും കറക്റ്റാക്കിയാൽ രണ്ടാമത്തെ ക്ലൂ കിട്ടും. അങ്ങനെയാണല്ലോ പോകുന്നത്. യെസ്. അപ്പോൾ ശ്രോതാക്കളെ ശ്രദ്ധിക്കുക, രണ്ടാമത്തെ ചോദ്യം നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇപ്പോൾ തന്നെ അതിൻ്റെ ഉത്തരം നിങ്ങൾ പീസ് റേഡിയോ ട്രഷർ ഹണ്ട് ഓപ്ഷൻ വഴി നിങ്ങൾ നിർബന്ധമായിട്ടും ഉത്തരം ചെയ്യുക. 3ാമത്തെ ചോദ്യവുമായിട്ട് നമ്മളെപ്പോൾ വരും? ഇൻഷാ അല്ലാഹ് 2 മണിക്ക് ഞങ്ങൾ വരുന്നതായിരിക്കും. ഉത്തരം അയക്കുമ്പോൾ ഡിജിറ്റായി അയക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി 2 മണിക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.